വ്യാഖ്യാനിച്ച് ഞാൻ പറയട്ടെ. യേശു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണ്, ആ ചാനലിൽ കേട്ടതുപോലെ യേശു പറഞ്ഞു, ഇത് എൻ്റെ ശരീരം. ഈ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന്. ഈ ക്രിസ്തുവിനെ എവിടെയെങ്കിലും നമ്മൾ വെളിച്ചമായിട്ട് ഒരു പ്രകാശിക്കുന്ന ട്യൂബായിട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്. എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവ് എവിടെയെങ്കിലും ഒരു പ്രകാശിക്കുന്ന ട്യൂബായിട്ട് നിങ്ങൾ ആ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. എവിടെയെങ്കിലും നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ വാതിലായിട്ട് ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? അതുപോലെ മാത്രം എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്നതിനെ കണ്ടാൽ മതി. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് കർത്താവ് നൽകിയ ആ കൽപ്പന അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇത് വെറും ഒരു ഓർമ്മ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു ഓർമ്മ മാത്രമാണെന്ന് വളരെ കൂദാശയെ വിശുദ്ധ കുർബാനയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൗദാശിക ജീവിതത്തെ തുച്ഛീകരിക്കുവാൻ, പൗരോഹിത്യത്തെ തുച്ഛീകരിക്കുവാൻ, കൂദാശകളെ നിസ്സാരവൽക്കരിച്ച് കാണിക്കുവാൻ ഇന്ന് പല ചാനലുകളും നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും ഞാൻ വേദപുസ്തകത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരുടെ വളരെ വികൃതവും വികലവും വികൽപ്പവുമായ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു പുസ്തകമായിട്ട് പരിശുദ്ധ വേദപുസ്തകം തീർന്നുവോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. സുവിശേഷത്തിന്റെ ഈ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്ന് നമ്മുടെ യുവതലമുറ ഏറ്റവും പ്രിയപ്പെടുന്ന സിനിമാറ്റിക് ഡാൻസിനെയും ഡിസ്കോ ഡാൻസുകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള നൃത്ത ചുവടുകൾ വെച്ചുള്ള ദൃശ്യങ്ങളാണ് ഈ ചാനലുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നത്. ചില യൂറോപ്യൻ ചാനലുകൾ ശ്രദ്ധിച്ചാലോ, അവിടെ സുവിശേഷം ഒരാൾ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ശ്രോതാക്കൾ കൈയടിച്ചും കൂകി വിളിച്ചും ആരവം മുഴക്കിയും സുവിശേഷത്തെ സ്വീകരിക്കുന്ന പ്രവണതകളൊക്കെ ഈ ചാനലുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്. മഹാത്മാഗാന്ധി പാശ്ചാത്യ മിഷണറിമാരുടെ പറഞ്ഞു, സുവിശേഷ ഘോഷണം പനിനീർ പൂവിൻ്റെ പരിമളം പരത്തുന്നതും സൗമ്യവും സന്തോഷജന്യവും അക്രമരഹിതവുമായിരിക്കണം. ഗാന്ധിജി കൊടുത്ത നിർദ്ദേശമാണ്. പാശ്ചാത്യ മിഷണറിമാർക്ക് അന്ന് കൊടുത്ത നിർദ്ദേശമാണ്. സുവിശേഷ ഘോഷണം പനിനീർ പൂവിന്റെ പരിമളം പരത്തുന്നതും സന്തോഷജന്യവും അക്രമരഹിതവും സൗമ്യവും ആയിരിക്കണം. ഇന്നത്തെ ഈ ചാനലുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള വളരെ വളരെ വികൃതമായ, വളരെ നിസ്സാരമായിട്ട് ഇത് വെറും ഒരു ഓർമ്മയാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വേദഭാഗം എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ. യേശുതമ്പുരാൻ ഒരു പുതിയ ഉടമ്പടി ഇവിടെ സ്ഥാപിക്കുകയാണ്. ഒരു ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് ആ അപ്പം അവർക്ക് മുറിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. എൻ്റെ ഓർമ്മ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യമായിട്ട് തന്നെ യേശുതമ്പുരാൻ ആ മാളിക മുറിയിൽ ഈ പരിശുദ്ധമായ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈ അപ്പം എടുത്ത് മുറിച്ച് കൊടുത്തിട്ട് പറയുകയാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല എൻ്റെ ശരീരം പോലെയാകുന്നു ഇത്? സ്വന്തം കയ്യിൽ സ്വന്തം ശരീരം എടുത്തിട്ട് ഈ പിതാവാം ദൈവത്തെ കാണിച്ച് സ്തോത്രം ചെയ്തിട്ട് പറയുകയാണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതെന്റെ ശരീരം പോലെയാകുന്നുവെന്ന്? കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ ശരീരമാകുന്നു. യേശുതമ്പുരാൻ പറഞ്ഞില്ല എൻ്റെ ശരീരം. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുതമ്പുരാൻ മാളിക മുറിയിൽ പറഞ്ഞ ആ വാക്കുകൾ, യേശുതമ്പുരാൻ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഉച്ചരിച്ച ആ വാക്കുകൾ, ആ സ്ഥാപന വചനം, അത് അന്ന് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് അതതിന്റെ പൂർണ്ണതയിൽ തന്നെ
മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് മർക്കോസും ലൂക്കോസും വിശുദ്ധ മത്തായിയും ഒക്കെ ഈ ഭാഗം എഴുതിയപ്പോൾ ഇത് എൻ്റെ ശരീരം, എൻ്റെ ശരീരം. അപ്പോസ്തലന്മാർക്ക് ഇത് മനസ്സിലായിരുന്നു. അപ്പോസ്തലന്മാർ അത് വാങ്ങിച്ചു ഭക്ഷിക്കുമ്പോൾ അവർക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. ഇത് കർത്താവിന്റെ ശരീരമാണെന്ന്. പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പൗലോസ് കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതിയൊരു വാചകമായിരുന്നു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. പൗലോസ്ലീഹ കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണിത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. അപ്പോസ്തലന്മാരെ പോലെ, മർക്കോസിനെ പോലെ, വിശുദ്ധ ലൂക്കോസിനെ പോലെ, വിശുദ്ധ മത്തായിയെ പോലെ പൗലോസ്ലീഹയ്ക്കും ബോധ്യമുണ്ടായിരുന്നു ഇത് കർത്താവിന്റെ ശരീരം. പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ മാളിക മുറിയിൽ പൗലോസ്ലീഹ ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ സന്തത സഹചാരിയായിരിക്കുവാനോ യേശുവിനെ നേരിട്ട് കാണുവാനോ ഒന്നും ഭാഗ്യം ലഭിക്കാതെ പോയ പൗലോസ്, അതുകൊണ്ടാണ് പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും ചെറിയവൻ കർത്താവിനെ ഒന്ന് കാണുവാനോ കർത്താവിന് കേൾക്കുവാനോ കർത്താവിന്റെ ഉപദേശങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനോ ഒന്നും അവസരം ലഭിക്കാതെ പോയ പൗലോസ് തന്റെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന പേരിന് പോലും എനിക്ക് അർഹതയില്ല. ഈ പൗലോസ് എഴുതിയിരിക്കുന്നത് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഇതെങ്ങനെ ഈ മർക്കോസിന്റെ മാളിക മുറിയിൽ യേശുദമ്പുരാൻ കൂദാശകളുടെ കൂദാശിയായ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഉച്ചരിച്ച ആ വാക്കുകൾ പൗലോസ് അതുപോലെ തന്നെ കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതുന്നു. ഇതെങ്ങനെ പൗലോസിന് പിടികിട്ടി? അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 12:3 വായിച്ചോ, ഒന്ന് ഉറച്ചു വായിക്കാം ഒരാള്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പൗലോസ് സന്തത സഹചാരിയല്ലായിരുന്നു. അപ്പോസ്തലന്മാർ എഴുതിയതുപോലെ തന്നെ പൗലോസ് തന്റെ ലേഖനത്തിൽ കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതുകയാണ്, ഇതെന്റെ ശരീരമെന്ന് കർത്താവിന്റെ വാക്കുകൾ അതേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ ഉള്ളിൽ എന്തുണ്ടാകണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല. വെറുതെ ആത്മാഭിഷേകമെന്നോ ആത്മമാരിയെന്നോ ആത്മവർഷമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് എഴുതുമ്പോൾ, അതുകൊണ്ടാണ് ഇത് എൻ്റെ ശരീരമെന്ന് പറയണമെങ്കിൽ യേശുദമ്പുരാൻ മുറിച്ചു കൊടുത്ത് അത് വാങ്ങിച്ചു ഭക്ഷിച്ച ശിഷ്യ സമൂഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. 20 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇന്ന് 20 നൂറ്റാണ്ടിന് ശേഷം ചില സഭകളുടെ നേതാക്കന്മാർക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്നു. അപ്പോസ്തലന്മാർക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് അവരെഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് 20 നൂറ്റാണ്ടിന് ശേഷം ചില സഭകളുടെ നേതാക്കന്മാർക്ക് ഇത് വ്യക്തമായിട്ട് ബോധ്യമില്ല. അതുകൊണ്ടാണ് ഇത് വെറും ഒരു ഓർമ്മ എന്ന് വികൃതമായിട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ സത്യം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരോർമ്മയെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കൂദാശകളുടെ കൂദാശ വിശുദ്ധ കുർബാനെ, കൗദാശിക ജീവിതത്തെ തുച്ഛീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
വിശുദ്ധ കുർബാനയെ കുറിച്ച് തന്നെ നാം ചിന്തിക്കുകയാണ്. ഓർമ്മ മാളിക മുറിയിൽ മുറിക്കപ്പെട്ടപ്പോൾ അത് കാൽവറിയിൽ മുറിക്കപ്പെടുകയാണ്. നിത്യനായ കർത്താവിൻ്റെ നിത്യമായ ഈ ബലിയിൽ നാം പങ്കുചേർന്നതിൽ കൂടി മാത്രമാണ് വിശുദ്ധ കുർബാന. അത് കുർബാന നമുക്ക് വേണ്ടി നിത്യനായ കർത്താവിൻ്റെ നിത്യമായ ബലിയിൽ നാം പങ്കുചേരുന്നത് ഈ പരിശുദ്ധമായ കുർബാനയിൽ കൂടിയാണ്. ഓരോ കുർബാനയിലും നാം ഭാഗമാകുമ്പോൾ കർത്താവിൻ്റെ നിത്യമായ ബലിയിൽ നാം ഓരോരുത്തരും ഭാഗമാകുകയാണ്. ഈ കുർബാന സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ. ഓർമ്മ. ഇന്ന് നമ്മൾ വിശുദ്ധ ബലിയിൽ ഭാഗമായി. എൻ്റെ ഓർമ്മ. ഓർമ്മ എന്ന വാക്ക് കർത്താവ് കൊടുത്ത കൽപ്പനയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ. രണ്ട് ഭാഷയിലെ രണ്ട് പദങ്ങൾ ഞാൻ ഒന്നെടുത്ത് ഓർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓർമ്മ. എബ്രായ ഭാഷയിൽ സാഖാർ എന്ന് പറയും ഓർമ്മയ്ക്ക്. ഇതിൻ്റെ അർത്ഥം വെറും ബുദ്ധിപരമായ ഒരു ഓർമ്മയല്ല. യേശുതമ്പുരാൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് വെറും ബുദ്ധിപരമായ ഒരു ഓർമ്മയല്ല, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സജീവമായ ആവിഷ്കാരമാണ്. ഈ വാക്കിൻ്റെ അർത്ഥതലം അതാണ്. ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സജീവമായ ആവിഷ്കാരം. ഇത് അനുഷ്ഠിക്കുന്ന പട്ടക്കാരനും അനുഭവിക്കുന്ന വിശ്വാസികളും പൂർണ്ണമായിട്ട് പങ്കുചേരുന്ന ഒരു അനുഭവമാണ്. അതാണ് ഓർമ്മ എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ പുനർ ആവിഷ്കരണം, നടന്ന ഒരു സംഭവത്തിൻ്റെ സജീവമായിരിക്കുന്ന പുനരാവിഷ്കരണം. അതാണ് എബ്രായ ഭാഷയിൽ ഈ ഓർമ്മയ്ക്കുള്ള അർത്ഥം. കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ പുനർ ആവിഷ്കരണം. അതുപോലെ ഗ്രീക്ക് ഭാഷയിലും ഈ വാക്കിൻ്റെ അർത്ഥം, ഇതിന് ഇംഗ്ലീഷിൽ വാക്കുകളില്ല എന്നാണ് പറയുന്നത്. നമ്മൾ റിമെമ്പർ, ഓർമ്മ, മെമ്മറി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതിന് അതിൻ്റെ പൂർണ്ണതയിൽ ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഇല്ല എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പറയുകയാണ്. ഈ ഓർമ്മ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൻ്റെ പുനർ ആവിഷ്കരണമെന്ന് എബ്രായ ഭാഷയുള്ള വാക്കിനെ അർത്ഥമാകുന്നു.